നമുക്ക് പിങ്ക് ബസ് കിട്ടണം, എന്നാലും നമുക്ക് ഓസൊക്കെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കണം. പിങ്ക് ബസ്സിലാകുമ്പോൾ നമുക്ക് എന്താ കയറി ഇരുന്നാൽ മതി, സ്ഥലത്തുമ്പോൾ നമ്മൾ ഇറക്കി വിടും. நான் இந்த வெளில ஒரு இடத்துக்கு போகிறேன், காந்திபுரம் போயிட்டுருக்கேன். சரி. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ മെയിൻ ഗേറ്റ്. ഞങ്ങൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. പക്ഷേ ഏത് വഴിക്കാ പോകേണ്ടത് എനിക്കറിയില്ല. ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നെയാ. എനിക്ക് സ്ഥലം അറിയാവാ, നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അവിടെ ഉണ്ട്, നമുക്ക് എന്താണെങ്കിലും എന്താക്കാം, നടന്നു നോക്കാം. ഭൂമി ഉയർത്തിട്ടല്ലേ എവിടെങ്കിലൊക്കെ എത്തിയിരിക്കും. പറയട്ടെ, ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോന്ന കേട്ടോ. ബസ് ഇറങ്ങിയപ്പോൾ എവിടെയാ ഇറങ്ങണ്ടേ, അല്ല ഇറങ്ങണ്ടേ, ഏത് വഴിക്കാ പോകണ്ടേ എന്നുള്ളത് മറന്നു പോയി കേട്ടോ. ഇല്ലേ, ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇൻട്രോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ ഒരെണ്ണം വന്ന് ചോദിച്ചു ക്യാഷ് എന്തെങ്കിലും പോയോന്ന് കേട്ടോ. ഞങ്ങൾ അറിഞ്ഞില്ല കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ജസ്റ്റ് ഒരു 50 to 20 ഒരു 70 rupees ഉണ്ടായിരുന്നില്ല. ഞങ്ങളിതിപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോയി. ആരെങ്കിലും തന്നാൽ തീർന്ന് വെച്ച് നോക്കുമ്പോൾ ആരും അവിടെ ഇല്ല. നമ്മളെ പറ്റിച്ച് വെറുതെ തിരിച്ചു പോയി, ടൈം പോയി. സോഫ ഇത് മാത്രം ടാഗ് ഊരിയിട്ടില്ല. നമ്മളെ കമ്പനീന്റെ ടാഗ് ഇട്ടിട്ട് അവള് നടക്കുന്ന ഇത്ര നേരം. കമ്പനീന്റെ പ്രമോഷനാന്ന് തോന്നുന്നുണ്ട്. ഊരി വെക്ക്. അങ്ങനെ നമ്മൾ നടന്ന് സ്ഥലത്തെത്തിട്ടോ. നമ്മളെ സ്റ്റുഡിയോ கரெக்டாக இருக்கா? வேற ஏதாவது ட்ரை பண்ணு. அது வேண்டாம், அது வேண்டாம். இந்த மாதிரி அப்படிதான் இருக்கும். அது ஊரு இங்க பாத்தியா பத்தல். കുറച്ച് സാധനം എടുത്തിട്ടോ, ജസ്റ്റ് ചെരുപ്പ് മാത്രം. എൻ്റെ ക്യാമറ എന്തോ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുപോലെയുണ്ട്. എന്താണെങ്കിലും ജസ്റ്റ് നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് 2 ചപ്പൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ചെക്ക് ചെയ്യാം കേട്ടോ.
ബേബി സെക്ഷനിലേക്കെല്ലാം പോകുന്നുണ്ട്. വീട്ടിൽ നിറയെ ബേബി ഇരിക്കുന്നു പറഞ്ഞിട്ട് എല്ലാവർക്കും ഇവിടെ കളക്ഷൻസ് കുറച്ച് കുറവാണ്, പക്ഷെ ഉള്ളത് നല്ലതാണ്. ലില്ലിയക്കാക്കത്ത് നല്ല ഇറക്കുന്നു. ഇതെടുക്കണോ മറ്റേതെടുക്കണോ? അത് നല്ല ഇറക്കാം. ஏது இந்த கலர் வச்சிருக்கேன் நீ, இந்த கலர் லைட் ப்ளூ. அந்த கலர் கொஞ்சம் ஓரளவுக்கு என்ன இஷ்டம் இல்லையா? இங்கே பாரு, அந்த டிஷர்ட்டும் அந்த அந்த ஸ்கர்ட் இருக்குது பற்றி, அந்த ஃபஸ்ட் ஒன் லைட்டாக இதோட அந்த இது பாரு, டிசைன் பாரு. மேலே மேலே பாரு. அது ஒரு மாதிரி உட் சைடுக்குலாம் நல்லா இருக்காது. டக்குன்னு ரைட்டில் திரும்பி ஒரு வீடியோ எடுக்கவா? ഡ്രസ്സിംഗ് റൂമിൽ കയറിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വെക്കോ, ഒന്നുകൂടി വെക്ക്. നല്ലോണം ഞെക്ക്. അത് കൊഞ്ചം എടാ, എനിക്ക് ഈ കളർ ഇഷ്ടമായി. ഇഷ്ടപ്പെട്ട ഞാൻ ഇടൂല. വാവ്, എടാ ഇത് നോക്ക്. அதாவது எங்கள் அக்கா வந்து செம்ம வில்லேஜ் சைடு, புரியுதா? எங்கள் அக்கா வந்து இப்படி സ്റ്റുഡിയോയിൽ വന്നിട്ട് സാധനം വാങ്ങാണ്ട് കയ്യിലിട്ട് വെക്ക് നോക്ക്. ഓ വാങ്ങൂല, വെറുതെ ഇടുന്ന. കുറച്ച് ലിപ്സ്റ്റിക് എല്ലാം കിട്ടും. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ജെൻസിന്റെ സ്ഥലത്ത് പോയിട്ട് വലിച്ചതാ. ചിലപ്പോൾ നമ്മൾ അവിടെ എന്തെങ്കിലും കിട്ടും. ജെൻസിന്റെ സ്ഥലത്ത് ചെരുപ്പൊക്കെ കിട്ടുമ്പോ என்னாச்சு? നമ്മളിവിടുന്ന് എന്തെങ്കിലുമൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കുന്ന അറിയോ? നമ്മളിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ അങ്ങ് തേച്ചോ അരച്ച് കളയാൻ ആരും ചോദിക്കാൻ വരില്ല.
நல்லா இருக்கு ക്ലോത്ത്. താഴെ ലേഡീസിന്റെ സെക്ഷനിൽ മാത്രം ഡ്രസ്സ് ഇല്ലാത്തെന്ന് വിചാരിച്ചിട്ട് എന്താക്കിന്ന് അറിയോ, മേലോട്ട് വന്നേ ഇവിടെ ഒന്നുമില്ല. മറ്റടുത്ത് പോയാൽ മതിയിരുന്നു എനിക്ക്. ഇവിടെ ആകെ ചപ്പലും പിന്നെ കുറച്ച് ആക്സസറീസ് പിന്നെ നെയിൽ പോളിഷ്, ക്രീം, ലിപ്സ്റ്റിക് ഇതൊക്കെയുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇന്ന മാതിരിയാണ് വാങ്ങിയത്. ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ഡിസ്കോ മാതിരിയില്ലേ. அது நீ வச்சிருக்க வேற ஏதாவது வாங்க. നമ്മൾ ഫൈനലി ചൂസ് ചെയ്തിട്ടോ. மற்றவங்க நினைப்பாங்க കളക്ഷൻസ് ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല. അത് കുറച്ച് സാധനം വാങ്ങി. നമ്മൾ സ്റ്റുഡിയോ ഒന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ കാര്യമായി ഒന്നും വാങ്ങിയിട്ടില്ല. ജസ്റ്റ് 1 2 3 ഐറ്റംസ്. ഞാൻ 2 സാധനം, എനിക്കൊരു 2 3 സാധനങ്ങൾ അത്രേ വാങ്ങിയിട്ടുള്ളേ. കളക്ഷൻസ് ഭയങ്കര കുറവ്. ഒരു മൂഡില്ല കളക്ഷൻസ് ഇല്ലായിട്ട്. നമ്മൾ ഡ്രസ്സെല്ലാം എടുത്ത് ഇറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോകാം. നല്ല വിശക്കുന്നു. എനിക്ക് വിശന്നിട്ട് ഒന്നും തിരിയുന്നില്ല. എനിക്ക് അവിടെ സ്റ്റുഡിയോയിൽ മര്യാദക്ക് നിൽക്കാനോ നല്ല ഡ്രസ്സ് നോക്കാനൊന്നും പറ്റിയില്ല. രാവിലെ ഞാൻ കഴിയും കുടിച്ചില്ല. എനിക്ക് വിശക്കുന്നു. ഇവിടെ ഒരു കടയില്ല, ഫുള്ള് ഡ്രസ്സിന്റെ കട, ഗോൾഡിന്റെ കട. ഇപ്പൊ പോയി മുട്ട് വരുന്നു. അന്നമാതിരി മട്ടുണ്ടാ. ഹോസ്റ്റലിൽ നിന്ന് വല്ല ഹോട്ടലിലൊക്കെ നമുക്ക് തപ്പാട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അവരെന്നോട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ എടുക്കാന്ന്. എന്നോടാ കളി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവർ പറയുന്ന ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ അങ്ങ് അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഇറങ്ങിയത് അതുകൊണ്ടൊന്നല്ല കേട്ടോ, അവിടെ കളക്ഷൻസ് ഇല്ല. മീൻസ് നിക്ക് വിചാരിച്ച സാധനം നിക്കിൻ്റെ അക്കക്ക് വേണ്ടിയിട്ട് എന്തോ വാങ്ങാനാ. അപ്പം അത് അവിടെ ഇല്ല. അപ്പം എന്തൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവള് പൊത്തി പൊത്തി നടക്കുന്ന നോക്ക്. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കയറാൻ പോയിട്ടോ. അപ്പോൾ അവിടെ പൊങ്കല്, ഇഡ്ഡലി, ദോശ ഇതൊക്കെ പോരെന്ന് നിന്നാൽ പോരെ. അതിൻ്റെ ഓരോരുത്തരോട് പറഞ്ഞേ 7 മണിയാകുമ്പോൾ വന്നാൽ മതി. കറക്റ്റ് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അന്തമാതിരി ഐറ്റംസ് എല്ലാം ഇരിക്കുന്ന് ചൊല്ലിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ടൈം 7 മണി ആവാനായില്ലെന്ന്, ഞാൻ 7 മണിക്ക് പോയിട്ട് വരാമെന്ന്. എൻ്റെ പട്ടി പോകും. നോക്ക്, മലയാളിയാട്ടോ. നമ്മളെ കോയമ്പത്തൂർ ഒരു മലയാളി. പേരെന്താ? ശ്യാമള. എവിടെ? കണ്ണൂര്. ഞാൻ കഷ്ടപ്പെട്ട് തമിഴെല്ലാം പറയുന്നത്. അപ്പൊ മലയാളി. നമ്മള് പോത്തീസിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ കോയമ്പത്തൂരിൽ വെച്ചിട്ട് 1 ഓഫ് ദി നമ്പർ 1 ടെക്സ്റ്റൈൽസ് ആട്ടോ പോത്തീസ്. പോയ ഉടനെ പെട്ടെന്ന് സാധനം കിട്ടി. നല്ല സാധനം, എനിക്ക് ഇഷ്ടമായിട്ടോ. എനിക്ക് അങ്ങനെ സാരിയിലെ കളക്ഷൻസ് ഒന്നും അറിയില്ല, പക്ഷേ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ട്, വലിയ കുഴപ്പമില്ല. അത് വാങ്ങി അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ പോവാം. 7 മണിക്കുള്ള
ഫുഡ് വരുന്ന ചേട്ടൻ്റെ അടുത്ത് പോയാൽ ഇനി നമ്മൾ തിരിച്ചു പോകണം. നമുക്കിനി ഫ്രണ്ടിലേക്കുള്ള എങ്ങോട്ടെങ്കിലും കഴിക്കാൻ പോവാം കേട്ടോ. ഇതാണ് ഞങ്ങളെ ഗാന്ധിപുരം. ഇനി എന്താ എനിക്ക് നമ്മളിപ്പോൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന കേട്ടോ. ഇനി എന്തെങ്കിലും കഴിക്കാം. ഇവിടെ ഇത്രയും വലിയൊരു ടൗൺ ആയിട്ട് കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല. രാവിലെ കുറച്ച് വെള്ളം കുടിച്ചതാട്ടോ, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ഇത്ര വലിയ ടൗണിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അതിശയാണ്. ഇവിടെ വന്ന് സാധനം എല്ലാം ഓർഡർ ആക്കി പേ എല്ലാം ചെയ്ത് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന. ഇവിടെ സെൽഫ് സർവീസാ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എന്നാൽ ഇവിടുത്തെ ഈ പൊട്ടന്മാർ പറഞ്ഞു തരണ്ട ഇവിടെ സെൽഫ് സർവീസാ, നിങ്ങൾ അവിടെ പോയിട്ട് സാധനം കൊടുക്കണം എന്നാലേ നിങ്ങൾക്ക് സാധനം ഫുഡ് കിട്ടുള്ളൂ എന്ന് ഇത് അവർ പറഞ്ഞു തരുന്നില്ല. ഞാനിപ്പോൾ കഴിഞ്ഞെങ്കിൽ ആ ബില്ല് പേ ചെയ്ത് ആ സ്ലിപ്പ് കാട്ടി കൊടുത്തപ്പോൾ പറയുന്നതാണ് ഇത് വന്ന് സെൽഫ് സർവീസ് അന്ത്യക്കോട് തനിയാ പോയി എടുക്കുന്നു. ഇവിടെ ഇപ്പം ഇനി അരമണിക്കൂർ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്രയും ടൈം വേസ്റ്റ് ആവില്ലായിരുന്നോ? ഞങ്ങള് ലൈം ജ്യൂസ് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള ലൈം ജ്യൂസ് കിട്ടി. ഇതെന്ത് വലിപ്പുണ്ടോ? ആരും ഫുഡ് ഓർഡർ ആക്കണ്ട, ജസ്റ്റ് ജ്യൂസ് മാത്രം കുടിച്ചാൽ മതി, വയറ് ഫുള്ളാകും. ആ ഫുഡ് ഒന്നെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ജ്യൂസ്, അതിലേതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മതി കേട്ടോ. ഇത് പകുതി ഇത്രയും കുടിച്ചപ്പോഴത്തേക്കും ഫുള്ളായി. എനിക്കിങ്ങനെ ഈ ഫുഡ് കഴിക്കാൻ അറിയില്ല. ഞങ്ങൾ ന്യൂഡിൽസും എന്താ ഫ്രൈഡ് റൈസും ആട്ടോ പറഞ്ഞത്. പിന്നെ ഈ 2 ഭീമൻ ഗ്ലാസ് വെള്ളം. നൂഡിൽസാണ്. நல்லா இருக்கு. இது பனீர் ஃப்ரைட் ரைஸ் டேஸ்ட் ചെയ്തോക്കാം. ஒரு அளவுக்கு பரவாயில்லை, ஆனால் இது ரொம்ப டேஸ்ட். വന്ന ഫുഡ് ഫുള്ള് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടോ. ഇത് ഇതുവരെ കഴിഞ്ഞില്ല. ഇനി കുടിച്ച് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. தமிழ்நாடு கோயம்புத்தூர் சிட்டி போலீஸ் wishes you happy journey.